ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കുമായിട്ടാണ്. അതായത് ചപ്പാത്തി സ്വീറ്റ് റോൾ. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇത് 1 കപ്പ് മൈദ. ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കുക. ഇതിൽ ഒരു 1/2 സ്പൂൺ ഉപ്പിടുക. ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി തന്നെ കുഴച്ച് നല്ലോണം കുഴച്ചിട്ട് ഒരു ചപ്പാത്തിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഒന്നുമില്ല, ഒരു 2 ചപ്പാത്തി അതിൽ നേന്ത്രപ്പഴം വാട്ടിയിട്ട് നനയ്ക്കും. ഇനി പഴം വാട്ടണം, ഇത് നമുക്ക് കാണിച്ചു തരാം. കുറച്ച് എണ്ണയാക്കണം, എന്നാലും ഇത് ഒട്ടിപ്പിടിക്കില്ല, കൈമണ്ണ് വിട്ട് നിൽക്കും. 1 സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയോ ഓയിലോ എന്താക്കിയാലും വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമുണ്ടാകും. ഇത് 3 ചപ്പാത്തിൻ്റെ മാവുണ്ടാവും. ഒരു 15-20 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. എന്നതിന് ശേഷം ബാക്കിയുള്ള ഒരു പാന് അടുപ്പത്തേക്ക് കുറച്ച് നെയ്യിട്ട് ഒരു 2 നേന്ത്രപ്പഴം. അപ്പം കുട്ടികൾക്ക് വെറുതെ തിന്നാൻ പ്രയാസമായിരിക്കും, അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാൻ. ഇത് 2 നേന്ത്രപ്പഴം നല്ലതാണ്, ശരീരത്തിനുള്ള നല്ല ആരോഗ്യത്തിനുള്ള നല്ല പഴമാണ് ഇത്. ഇതൊന്ന് നല്ലോണം വാടുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നല്ല അടിയണം പഴം. നെയ്യിട്ടിട്ട് നന്നായിട്ട് അടിച്ച് നന്നായിട്ട് വേവണം. പഴം നന്നായിട്ട് വേവണം. ഇത് 2 പഴം ഞാൻ എടുത്തതാണ്, 1 പഴം മതി. ഞാൻ പിന്നെ കുറച്ച് മെമ്പേഴ്സ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആക്കിയതാണ്. പിന്നെ എൻ്റെ ക്യാമറയൊക്കെ എടുക്കുന്ന ഒരാളുണ്ട് എനിക്ക് ഇവിടെ, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, എൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ അവനെല്ലാം ഇത് ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് നന്നാക്കിയിട്ട് കുറച്ചധികം എടുത്തതാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ മോളുണ്ട്, മകൻ്റെ മോളും മകനെല്ലാം സഹായിക്കുന്നു. വീഡിയോഗ്രാഫറെല്ലാം മകൻ്റെ മകനാണ്, 8ൽ പഠിക്കുന്ന മോനാണ്. അവൻ്റെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അവനാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇത് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? കുറച്ച് പഴം കുറച്ച് വാടേണ്ട ഒരു ഇതേ ഉള്ളൂ. മധുരം വേണ്ടുന്നതിനനുസരിച്ച് പഞ്ചസാര ഇടുക. ചില ആൾക്ക് അധികം വേണം, ചില ആൾക്ക് കുറച്ച് എല്ലാം മതി. പഞ്ചസാരക്ക് കണക്കൊന്നുമില്ല. അതൊക്കെ ഒരു വലിയ സ്പൂണിന് 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി.
അതിൻ്റെ കൂടെ ചിരവിയ തേങ്ങ, ഒരു അരമുറി തേങ്ങയുണ്ട് എടുത്തിട്ട്, തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. രണ്ട് ഏലക്കായ് പൊടിച്ചതും കൂടി അതിൽ ചേർക്കാം. ഇതിപ്പം നന്നായിട്ട് പശമാതിരി ആയി വരുന്നുണ്ട്, പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് ഇനി കുറച്ച് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക. ആയിക്കഴിഞ്ഞ് സ്റ്റൗ ഓഫാക്കിയിട്ട് കുറച്ച് തണിയാൻ വേണ്ടി വെക്കുക. തണിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പണിയുണ്ട് എടുക്കുക. ചപ്പാത്തിൻ്റെ പരത്തണം, ചപ്പാത്തി പരത്തണം. ചപ്പാത്തി പരത്തണം, കുറച്ച് നല്ല വലുപ്പത്തിലായിട്ട് മാവെടുത്ത് പരത്തണം. നേരിയതാക്കി, അധികം നേരിയതാക്കാൻ പാടില്ല, കുറച്ച് കട്ടിയിലാക്കി വലുപ്പത്തിൽ പരത്തുക. നന്നായിട്ട് പരത്തിയിട്ട് എടുക്കുക. നല്ല വട്ടത്തിലായി കുറച്ച് വലുപ്പത്തിലായിട്ട് പരത്തിയെടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയിട്ടിട്ട് നന്നായിട്ട് പരത്തുക. കുറച്ചും കൂടി വലുതായിട്ട് പരത്തണം. നമ്മൾ ആറാൻ വെച്ച് വാട്ടിയ പഴവും പഞ്ചസാരയും തേങ്ങയും കൂട്ടിയിട്ടുള്ളത് ഇത് ഈ ചപ്പാത്തിയിലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്യുക, പരത്തി വെക്കുക. ചപ്പാത്തി ഫുള്ളായിട്ട് പരത്തണം, സൈഡിൽ വേണ്ട, ഫുള്ളായിട്ട് നടുക്ക് ഫുള്ളായിട്ട് പരത്തി നന്നായിട്ട് പരത്തുക. ഫുള്ളാവണം. ഇത് ചപ്പാത്തി റോൾ പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ പഞ്ചസാരയും തേങ്ങയും പഴവും കൂട്ടി നല്ലോണം വാട്ടിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കാനും രുചിയുണ്ടാവും. ഇത് ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്യുക, ടൈറ്റായിട്ട് റോൾ ചെയ്ത് ഫുള്ളായിട്ട് റോൾ ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇളകി പോകാതെ കൊണ്ട് അടിയിൽ പറ്റി പോകാതെ വിധത്തിൽ മെല്ലനെ റോൾ ചെയ്യും. അതിൻ്റെ സൈഡ് നല്ലോണം അമർത്തി വെച്ചിട്ട് പിന്നെ ഓരോരോ ഇഞ്ച് വിട്ട് കീറിയെടുക്കുക. ഓരോരോ ഇഞ്ച് വിട്ടിട്ട് കത്തി കൊണ്ട് കീറിയെടുത്തിട്ട് അത് ആ റൗണ്ട് ഷേപ്പിലായിട്ട് അമർത്തിയിട്ടാണ് നമ്മൾ പാനിലിടേണ്ടത്. ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഷാലോ ഫ്രൈ മതി. ഓരോന്നോരോന്നായി പ്ലേറ്റിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലത് പാനിലിടാം. എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് നമ്മൾ ഇങ്ങനെ വട്ടത്തിലാക്കി കുറച്ചൊന്ന് അമർത്തിയാൽ അതൊരു
അമർത്തി ഒരു ഷേപ്പ് പോലെ വട്ടത്തിലൊരു ഷേപ്പാക്കി ഇങ്ങനെ ഓരോന്നും എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാനിൻ്റെ എടുത്തിട്ട് വേഗം കഴിയും. നല്ലോണം ഇങ്ങനെ ഒട്ടി ഫ്ലാറ്റായിട്ടുണ്ട്. ഇതാണ് അത് ഫ്ലാറ്റായിട്ട് ഇത് നമുക്ക് പാനിലിട്ട് പൊരിച്ചെടുക്കുക. ഇത് ഒരു പാൻ കത്തിച്ച് അതിൽ കുറച്ച് അധികം വേണ്ട കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇത് ഞാനിപ്പം മൈദ കൊണ്ടാണ് ആക്കിയത്. മൈദ കൊണ്ടും ആക്കാം, പിന്നെ ഗോതമ്പ് പൊടിയും എടുക്കാം. അധികം ഫാസ്റ്റ് ആക്കരുത്, സിമ്മാക്കിയിട്ട് വെച്ചാൽ മതി, പിന്നെ ഉള്ളു വേവില്ല. തിരിച്ചും മറിച്ചിട്ടിട്ട് കരിയാണ്ട് സ്പീഡാക്കിയാൽ കരിഞ്ഞു പോവും. ചൂട് കൂടുതലായാൽ കരിഞ്ഞ് സിമ്മിലാണ്. ഇത് ചെറിയ കുഞ്ഞി പൊറോട്ട പോലെ ഉണ്ടാവും. പഴവും പഞ്ചസാരയും തേങ്ങയെല്ലാം ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വൈകുന്നേരത്തെ ചായക്ക് കുട്ടിയൊക്കെ കൊടുക്കാനെല്ലാം നന്നായില്ല. സ്നാക്ക്, വൈകുന്നേരത്തെ സ്നാക്ക്. അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ടിക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാം, പക്ഷേ ഡീപ്പാകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിലെല്ലാം എണ്ണ കിടന്ന് നല്ലോണം എണ്ണ പിടിക്കും. അതിനേക്കാളും നല്ലത് ഇങ്ങനെയാണ് ആക്കുന്നത്. കുറച്ചൊന്ന് ഫാസ്റ്റാക്കിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഒന്ന് ഫാസ്റ്റാകില്ല, എണ്ണ പിടിച്ച് കളയും. ഇപ്പോൾ ഓരോന്നായി കോരിയെടുക്കുക. നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും, വലിയ ആൾക്കും ഇഷ്ടപ്പെടും. നല്ലതാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഒരു പഴം ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. പഴം തന്നെ തിന്നാതെ കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ബെസ്റ്റാണ്. പൊട്ടിച്ച് നല്ല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്യുക എല്ലാവരും.
വേറെ ഹാർഡായിട്ടുള്ളതൊന്നുമില്ല, ഈസി ആയിട്ടുള്ള സംഗതിയാണ്, വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ഓക്കെ. എല്ലാവരും സ്റ്റേ അറ്റ് ഹോം സേഫ്ലി. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.